வணக்கம் மகளே, வெல்கம் டு சேனல். நான் ஸ்ரீனி பிரபாகர். நீ நம்ம கூட அக்கா ஸ்வாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. ஓகே கைஸ், எல்லாரும் பார்ட் 1 பார்ட் 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருக்கேன், போய் பாருங்க. இப்போ நம்ம பார்ட் 3 போயிடலாம் அக்கா. യെസ്. വ്യാകുല മാതാവേ നന്ദി. ഈ ഗ്യാപ്പിൽ രക്ഷപ്പെടാം. ഈ ഗ്യാപ്പിലടാ എവിടെ പോണു? ഈ ഗ്യാപ്പിൽ കൂടി രക്ഷപ്പെടാം. എടാ നീ പോയി ബില്ല് സെറ്റിൽ ചെയ്യ്. ബില്ലെടുത്ത് റൂം വെക്കേറ്റ് ചെയ്യാണ്. ആ പെട്ടെന്നൊരു ടാക്സി വേണം. ശരി സാർ. ഹലോ, ഒരു ടാക്സി ഒന്ന് ഇട്ടേക്കേ. அண்ணா. அண்ணன் சொல்லிக்க போறாரு. ഈശ്വരാ. அதான் வந்தேன். ഏട്ടാ, நெத்தி போட்டு ഉണ്ണിയേട്ടാ, ഏട്ടാ. അയ്യോ, എന്റെ ഈശോയെ, എല്ലാം തകർന്നു. You are under arrest. ഞാൻ കീഴടങ്ങിയിരിക്കുന്നു. അതെ, നമ്മുടെ സ്നേഹത്തിന് മുമ്പിൽ ഇവൻ കീഴടങ്ങിയെന്ന് അല്ലടാ. അനിയൻ എടാ, എനിക്ക് നിന്നെ വേഷത്തിൽ വേഷം. അല്ല, നീ എന്താ ഇവിടെ? ഒരു ക്രിമിനലിനെ പൊക്കാൻ ഇറങ്ങിയതാ. എന്നിട്ട് കിട്ടിയാ? ഇല്ല, പക്ഷെ അവൻ രക്ഷപ്പെടില്ല. സിറ്റി മുഴുവൻ അരിച്ചു പറക്കാൻ ഞാൻ പോലീസിനെ അയച്ചിട്ടുണ്ട്. ഞാൻ ഈ ഹോട്ടലിലെ ബാക്കി അടക്കം ചെക്ക് ചെയ്യായിരുന്നു. അല്ല, ഏട്ടൻ എന്താ ഇവിടെ? ഒന്നും പറയണ്ടാ. ഞാൻ ഇന്നലെ ദുബായിന്ന് വന്നാ നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു. വീട് പൂട്ടിയിട്ടിരിക്കുന്നു. പിന്നെ അന്വേഷിച്ചും പിടിച്ചും ദാ ഇവിടം വരെ എത്തി. ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരുന്നാണ്. കിട്ടിയില്ലടാ. ആണോ? ആ, ഏട്ടൻ വല്ലാണ്ടങ്ങ് മാറിയിരിക്കുന്നു. ഈ ജീവിതം തന്നെ ഒരു നാടകമല്ലടാ. അതിനിടയിലെ ചില വേഷം കെട്ടലല്ലേ ഇതൊക്കെ. നീ നോക്കിക്കുന്ന സാധനങ്ങൾ എടുത്ത് ജീവിതത്തിലേക്ക് വെച്ചേ. സമയം കളയില്ല, എനിക്ക് അമ്മയെ കാണണം. இவங்க எஸ்காட்லயே போயிட்டாப்ல. കരിമീൻ കിട്ടിയപ്പോ നിന്നെ ഓർത്തതാ. നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ എന്ന്. പക്ഷെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല. ഞാനും. ഇതാണ് വയറ്റ് ഭാഗ്യം എന്ന് പറയുന്നത്. അല്ല, നീ മീൻ വൈറ്റ് ഓ, ബാക്കി. ഞാനിപ്പോ വെയിറ്റ് ചെയ്യണ കുറച്ച് തടി കുറയ്ക്കാൻ. അങ്ങനെയാണെങ്കിൽ ആന വെയിറ്റ് ചെയ്യുന്നല്ലേ? ആനയുടെ തടി പറയുന്നില്ലല്ലോ. പോടാ. അമ്മേ, ഉം, ഒന്നും ഓർത്താൽ എന്നേക്കാൾ ഭാഗ്യവാൻ ഇവനാ. അതെന്താ? അല്ല, അമ്മ വെച്ചുണ്ടാക്കുന്ന ആഹാരം മുഴുവൻ കഴിക്കാനുള്ള യോഗ ഇവനല്ലേ. അതിന് അമ്മ അടുക്കളക്കാരനെ പണ്ടില്ലായിരുന്നോ? പിന്നെ നീയാണ് അതൊക്കെ ഉണ്ടാക്കിയത്. ഞാനൊന്നുമല്ല, അടുക്കള ഭരണം കംപ്ലീറ്റ് കോപ്പിയൊക്കെയാ. இன்னும் வைக்கப்படுறாங்க. அதான். എന്നിട്ട് പുതിയ പാചകക്കാരി ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഉണ്ണിയേട്ടൻ വന്നപ്പോ തൊട്ട് പാത്തും പതുങ്ങി അവിടെ ഇവിടെ നിന്ന് നോക്കുന്ന ഞാൻ കണ്ടതാ. ആളെ ഞാൻ ഇപ്പോഴിങ്ങനെ വരുത്താം. അടുക്കള നിൽക്കണ ചേച്ചി, ഇതിന് പുളിശ്ശേരി ഇങ്ങോട്ട്. ஓ, ஒரு ரீசன் தேவைப்படுது இவங்களுக்கு வர்றதுக்கு. ലജ്ജാവതി ഓഹോ. നിന്റെ കള്ളക്കട ഒന്നും മിണ്ടായിരടാ. അയ്യോ, പുളിശ്ശേരി ചോദിച്ചത് ഞാനാ. കൊള്ളാലോട്ടാ ഈ വാച്ച്. അത് ഓരോരോ മണിക്കൂർ കൂടുമ്പോ അലാറം അടിക്കും. ദുബായിന്ന് വാങ്ങിച്ചാ. നോക്കട്ടെ. 500 ദർഹ. എന്താ നിനക്ക് നോട്ടണ്ടോ? നീ എടുത്തോ. പേടിക്കണ്ട, ഒറ്റയ്ക്കൊന്നും മിണ്ടാൻ വേറെ മാർഗമില്ലാത്തോണ്ട് നേരത്തെ കയറി ഇരുന്നതാ. ഏയ്, ഇവിടെ ആര് വരാനാ? നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ ആരും വരാതെ ഞാൻ നോക്കിക്കോളാം. ഇവനെങ്ങനെ എന്റെ ഉള്ളിൽ കയറി? എടാ, നീ പതുങ്ങി പതുങ്ങി എന്റെ അകത്തേക്ക് കയറണ കണ്ടപ്പോ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പിറകെ കയറിയതാ. നിന്നെ പ്രദേശത്ത് കണ്ടുവരുന്നു. അല്ല, ഒന്ന് നിന്നേ. അകത്തിരുന്നാ പ്രേമിക്കുന്നത്. കാര്യം പറയട്ടെ. ഇങ്ങ് വാ. வைக்க போற பார்த்தே ரொம்ப நாள் ஆச்சு. തന്റെ ഒരു കത്ത് ഞാൻ സോറി, വഴി തെറ്റിയതാ. തന്റെ ഒരു കത്ത് ഞാൻ ദുബായിക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു. കത്തെഴുതുന്ന ശീലമൊന്നും എനിക്കില്ല. ഡയറി എഴുതുവോ? ഡയറിയോ? திருடிட்டாருன்னு நினைக்கிறாரு. പിന്നെ ഞാൻ എന്താ അങ്ങനെ സ്വപ്നം കണ്ടത്? സ്വപ്നോ? ആ, എന്റെ ഫോട്ടോ നോക്കി താൻ സംസാരിക്കാറുണ്ടോ? ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അല്ല, സ്വപ്നമല്ലേ സ്വപ്നം. ഇതിലെന്തോ കുറ്റം. குட்டன்ஸ் உண்டு. ഒരു കുട്ടൻസും ഇല്ല. ഇതാണ് മനപ്പൊരുത്തം എന്ന് என்ன പറയുന്നത്. ஊட்டு? ഇനി ദുബായിക്ക് തിരിച്ചു പോവോ? പിന്നെ പോണ്ടേ? അപ്പൊ ഞാനോ? നിന്റെ കഴുത്തിലൊരു മിന്നു കെട്ടി നിന്നെ കൊണ്ടെല്ലാം തിരിച്ചു പോവൂ. എന്നിട്ട് ഈ പാട്ട് കൂടെ പറയാം. ലോകത്ത് നമ്മൾ കറങ്ങും. ലോഡിന് ഇത്രയും ടൈറ്റ് ഉള്ള സമയത്തും ആ സത്യമൂർത്തി നമ്മളെ ചവിട്ടി അവന്മാർക്ക് ലോഡ് കൊടുത്തോണ്ടിരിക്കാണല്ലോ മക്കളെ. നമുക്ക് ആ ലോഡ് ഒറ്റ കൊടുത്താലോ? അത് ശരിയാ. പുതിയ എസ് ഐ അല്പം തണ്ടനാണെന്നാ കേട്ടത്. പിടിച്ചോളൂ. ഹാ, ഇനി ഇതിന്റെ പേരിൽ അവന്മാര് നമുക്കിട്ട് തിരിച്ചു പണിയല്ലേ. നമ്മൾ ആ ലോഡ് ഒറ്റ കൊടുത്തുന്ന ആരറിയാൻ പോണപ്പാ? എങ്കിൽ ആ ഫോൺ എടുത്ത് കറക്കടാവേ. ഹലോ, ഞാനൊരു ഇൻഫോമറാ. ഇന്ന് വാളയാർ പരമശിവത്തിന്റെ ഒരു ലോറി പാലക്കാടിലേക്ക് പോകുന്നുണ്ട്. ഓ അതിനെന്താ, പോയിക്കോട്ടെ പോയിക്കോട്ടെ. ഹലോ, ഞാൻ പറയണൊന്ന് കേക്ക്. അതിൽ സ്പിരിറ്റാ. ആണോ? ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ എസ് ഐ സാറിന് കൊടുക്കാം. ബാലു, എന്താ ഏട്ടാ? നിനക്കാ ഫോൺ. ഏതൊരു പരമശിവം സ്പിരിറ്റ് നടത്തണമെന്ന്. പരമശിവോ? ആ, ഹലോ, അതെ, ഒരു ലോഡ് സ്പിരിറ്റാ. നിങ്ങളാരാ? ഹലോ ഹലോ ഹലോ. എന്താടാ? ഇവിടുത്തെ ഒരു മെയിൻ സ്പിരിറ്റ് കടത്തുകാരനാ ഈ വാളയാർ പരമശിവം എന്ന് പറഞ്ഞ நல்ல பண்ணி. അവന്റെ ശത്രുക്കളാരെ ഒറ്റന്നാ. ഈ പരമശിവത്തെ ഞാൻ നോട്ട് വിട്ടിട്ട് നാള് കുറെ ആയി. ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് അവൻ കൊടുങ്ങും. നിനക്ക് പേര് കിട്ടണ ഒരു ചാൻസ് നീ കളയരുത്. അല്ല, നീ എങ്ങനെ ഈ പരമശിവത്തിന് പിടിക്കാൻ പോണേ? ഞാൻ പറ, എനിക്ക് പോണം. അല്ല, അമ്മ അമേരിക്ക മേടിക്കാൻ പറഞ്ഞ. ഏട്ടാ, ഈ കള്ളക്കടത്തുകാരുടെ കച്ചിത്തുരുമ്പെന്ന് പറയുന്നത് നമ്മുടെ പോലീസുകാർ തന്നെയാ. തുച്ഛ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവര് നക്കാപ്പിച്ച വെടിച്ച് സേഫായ വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ പോലീസുകാരുടെ മുന്നിൽ ഒരു നാടകം കളിക്കാൻ പോകും. നാടകോ? ടിക്കറ്റ് വെച്ചാണോ? நாடகம்.
ഇന്ന് ഹൈവേയിൽ ചെക്കിംഗ് എന്ന് പറഞ്ഞ് പോലീസുകാരെ ഞാൻ റെഡിയാക്കി നിർത്തും. എന്നിട്ട് ഞാൻ ആ നേരത്ത് പാരലൽ റോഡിൽ ചെല്ലും. പോലീസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ആ ലോറി പാരലൽ റോഡ് വഴിയേ വരൂ. ഞാൻ അവനെ പൊക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇപ്പൊ മെയിൻ റോഡിലേക്ക് വരുവായി നിனைக்கிறேன். എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനം തോന്നാണ് നീ. പറട്ടെ ഏട്ടാ. കർത്താവേ കള്ളന്റെ കയ്യിൽ തന്നെയാണ് താക്കോല് കൊടുത്തത്. കണ്ടുപിടിച്ചാ എത്രട്ടം പண்றாங்க. ഞാൻ ശരിക്കും ദുബായി തന്നെയായിരുന്നു. ഞാനും ആ പിന്നെ വാസു, പോലീസിനുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ചെക്കിംഗ് ഉണ്ടാവും. പക്ഷെ അവര് ഹൈവേയിലായിരിക്കും നിൽക്കുക. അതുകൊണ്ട് നിങ്ങൾ ആ പാരൽ റോഡ് വഴി പോയാൽ മതി. അത് വേണ്ട, നമ്മൾ ഹൈവേയിലൂടെ തന്നെ പോയാൽ മതി. ഞാൻ പറയുന്നത് പോലീസിനുള്ള ഇൻഫർമേഷൻ അനുസരിച്ചാ. ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചാ. ഞാൻ പറയുമ്പോൾ അങ്ങ് ചെയ്താൽ മതി. ഏയ് അത് ശരിയാവില്ല ജോണി. താൻ എന്നെ പഠിപ്പിക്കണ്ട. അപ്പൊ ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം. ഞാൻ പറയുമ്പോൾ വണ്ടി പോകണോ അതേ പറയുന്ന പോലെ കേൾക്കണം. നീ ശിവൻ പറയുന്നത് കേട്ടാ മതി. അപ്പൊ നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ എത്രയും മണ്ടനാവരുത്. ഇത് ഏട്ടനും കൂടെ അഡ്ജസ്റ്റ്മെന്റ്. ലോഡ് ഒന്ന് പിടിച്ച SIക്കല്ലേ ക്രെഡിറ്റ് കിട്ടണേ. ഇവനെന്ന് നഷ്ടപ്പെടാൻ. ലോറി ലോഡ് നമ്മളല്ലേ. വലിയാടാവൻ പാവൻ ഡ്രൈവർ. ഇനിയൊക്കെ അപ്പന്റെ ഇഷ്ടം പോലെ ചെയ്തോ. അവൻ പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട ശിവ. ഇല്ല ബായ്, ഇവനും എന്റെ ബായ് അല്ലേ ബായ്. அனேமே இவன் ஒரு வண்டி எடுத்து போய் மாட்டிக்க போறான்னு நினைக்கிறேன். ആ എടാ പരമശിവത്തിനെ കിട്ടിയോ? ഇല്ല, ഛേ. എന്റെ പ്ലാൻ എവിടെയോ ചോർന്നു ഏട്ടാ. ഹാ നീ വിഷമിക്കാതിരിക്കേ, നമുക്ക് അടുത്ത തവണ പിടിക്കാം. നീ വല്ലതും കഴിച്ചോ? എനിക്കൊന്നും വേണ്ട. എന്നാ പോയി കിടന്നു. கண்டுபிடிக்க போறான். ஒரே வீட்லயே திருடன் தான் கண்டுபிடிக்க மாட்டான். இவன் பார்த்திருக்கான்ல. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞതോ? അയ്യോ സാറിനൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സാറിന് എല്ലാം അറിയാം. എനിക്കല്ല, നിനക്ക്. എനിക്കൊന്നും അറിയില്ലല്ലോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ മന്ത്രിയോ കളക്ടറോ ആരെങ്കിലും ഒക്കെ ആയേനെ. പരമശിവത്തിനെ പിടിക്കാൻ ഞാൻ പറഞ്ഞ പ്ലാൻ എങ്ങനെ ചോർന്നേ? കർത്താവേ, അത് ചോർന്നോ? സത്യം പറയണം, പരമശിവത്തിനെ നിനക്ക് അറിയില്ലേ? ஐயோ നിനക്ക് പരമശിവത്തിനെ അറിയില്ല? അറിയാം. നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? വലിയ ബന്ധമൊന്നുമില്ല. ഇടയ്ക്ക് അവിടെ ഇവിടെ ഒക്കെ കാണാറുണ്ട്. ആരാടാ ഈ പരമശിവൻ? പറയടാ. നീല നിറത്തില് കഴുത്തില് മൂർഖൻ പാമ്പിനെ കെട്ടി മുടി നീട്ടി ഒളിച്ച് തലേന്ന് ഗംഗേനെ ചാടിച്ചിട്ട് ഈ കാലണ്ടറിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ പാർവതി, ഗണപതിയുടെ അപ്പൻ, പരമശിവൻ. അതല്ലാതെ കൂടുതലൊന്നും എനിക്കറിയില്ല സാർ. എന്താ ഏട്ടാ, എന്റെ പ്ലാൻ ചോർത്തി ഇവനാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇവനോ? എടാ പട്ടിണിയും പരിവട്ടായിട്ട് ജോലി തട്ടി ദുബായി ചെന്ന് എനിക്ക് താമസിക്കാൻ ഒരു മുറിയും ആഹാരം ഒന്നും രക്ഷിച്ചത് ഇവനാ. ഒരു സഹോദര ബന്ധം ഞങ്ങൾ തമ്മിലുള്ളത്. ആ ഇവനെ നീ പറയുമ്പോ ഞാനും ഉണ്ടായിരുന്നല്ലോ. നിനക്ക് എന്താ എന്നെ സംശയിച്ചത്? കൂടെ ഉള്ളവരെ പോലീസിന്റെ ബുദ്ധിയിൽ സംശയിച്ച് ഒരു ദിവസം നീ പറയൂലോ ഈ ഞാനാണ് പരമശിവൻ. അതാണ് ഞാനാണ് പരമശിവൻ. നീ അറസ്റ്റ് ചെയ്യടാ. உண்மையை சொல்லிட்டாரு. സോറി ഏട്ടാ. അല്ല പിന്നെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവന്റെ മെക്കിട്ട് കയറാ. എന്താ അത്? നീ പരമശിവൻ എന്ന് പറഞ്ഞിട്ട് അവനെന്താ വിശ്വസിക്കാഞ്ഞത്? ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. ചില നേരത്തെ നുണകൾ സത്യമായിട്ടും. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കരുത്, നടക്കരുത്, കിടക്കരുതെന്ന്. ഞാൻ ബാലരമലമായ ചോദിച്ചത്. ഇന്നത്തോടെ ഇവിടുത്തെ പൊറുതി മതിയാക്കിക്കോ. നാളെ മുതൽ നീ ബായുടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചാൽ മതി. അല്ല ഇവനെന്താ ഈ போச்சு, இவன் தானே காசு கொடுக்க வந்தான். ஆமா. போச்சு. என்ன சார் நான் തപ്പൊന്നും പണില്ലേ? പാണ്ഡ്യൻ, അത് തന്നെയല്ലടാ നിന്റെ പേര്? ആമാ സാർ. അന്ന് നീ എന്റെ വീട്ടിൽ കുറച്ച് പണമായിട്ട് വന്നിരുന്നില്ലേ? ஆமா சார். അത് കുഴൽപ്പണമായിരുന്നോടാ? தெரியாது சார். சென்ட்ரல் ஜெயில இருந்து பரமசிவத்துக்காகத்தான் நாங்க வந்தது. പരമശിവത്തുക്കായോ? ஆமா சார். പരമശിവന്റെ ഏട്ടൻ തമ്മിൽ എന്താണ് ബന്ധം? தெரியாது சார். அதுக்கு மேல எனக்கு ஒன்றும் தெரியாது. ഏത് ജയിലാടാ പരമശിവൻ കിടന്നത്? திருவனந்தபுரம் சென்ட்ரல் ஜெயில். போச்சு, இப்போ போய் போட்டோ பார்க்க போறான்னு நினைக்கிறேன். இன்னும் பரமசிவத்தோட போட்டோ பார்க்கல இல்ல அவன். பார்த்ததே இல்ல, ஆளே பார்த்தது இல்ல. ബാലു, വാളയാർ പരമശിവത്തിന്റെ ഹിസ്റ്ററി ബുക്ക്. போட்டோ இல்லையா அதுல? இருக்கு. എടാ ഈ ഷേഖുമാരെന്നൊക്കെ പറഞ്ഞ രാജാക്കന്മാരെ പോലെയല്ലേ പലതരത്തിലുള്ള ഷെയ്ക്കുമാരുണ്ട്. ദുബായ് ഷെയ്ക്ക്, ഷാർജ ഷെയ്ക്ക്. ഈ ഷാർജ ഷെയ്ക്ക് ഷാർജയിൽ മാത്രമേ കാണുള്ളൂ. പിന്നെ മിൽക്ക് ഷെയ്ക്ക്. ആ ഒട്ടകത്തിന്റെ പാല് போச்சு, മാത്രം அவன் தம்பி எப்படி ரியாக்ட் பண்ண போறான்னு தெரியல. ഏട്ടൻ അറബി സംസാരിക്കോന്ന്? ഞാൻ ചെന്ന സമയത്ത് കുറച്ച് കഷ്ടപ്പെട്ടു. പിന്നെ ഞാനൊരു സൂത്രം മനസ്സിലാക്കി. ഞാൻ എന്താ ചെയ്തെന്നറിയോ? ഞാൻ എന്നെ കൊണ്ട് തോറ്റു. എനിക്ക് വയ്യാട്ടോ. നീ കേട്ടോടാ ഇവന്റെ ഓരോ ദുബായ് തമാശ. ഇനിയുണ്ട് കൊറേ. അമ്മ വേഗം ഭക്ഷണം എടുത്ത് വെക്ക്. ഇന്ന് വയറ് നിറച്ച് കഴിച്ചിട്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. കുറെ നാളായിട്ട് ഊണ് ഉറക്കവും ഇല്ലാതെ ആ പരമശിവത്തെ പിടിക്കാൻ നടക്കില്ലായിരുന്നു. എന്നിട്ട് അയാളെ കിട്ടിയോട്ടാ? ഫുൾ ഡീറ്റെയിൽസ് കിട്ടി. വാളയാർ പരമശിവം, ഫാദർ നിൽ, മദർ നിൽ, നേറ്റീവ് പ്ലേസ് പാലക്കാട് ബോർഡർ. இவளுக்கு தெரிஞ்சிருக்கு. നിനക്ക് ഇതൊക്കെ എവിടുന്ന് കിട്ടി? തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ 4 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട കൊലയാളിയാ. ജയിൽ റെക്കോർഡ്സിൽ ഫോട്ടോ സഹിതം. ஐயோ. നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ ആഹാരം എടുത്തു വെക്കാം. വാളയാർ പരമശിവത്തെ കുറിച്ച് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഏട്ടൻ അറിയണോ? വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കരുത്. അമ്മ ഒന്നും അറിയരുത്. എന്തിനായിരുന്നു ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ മുമ്പിലും? സാഹചര്യങ്ങൾ അങ്ങനെ. ഇതൊക്കെ എല്ലാ ക്രിമിനൽസിന്റെ ന്യായീകരണങ്ങളാ. ബാലു, ഈ യൂണിഫോമിന്റെ മുന്നിൽ ഏട്ടനിയൻ ബന്ധമില്ല. സറണ്ടർ ആകണം. എന്തിന്? സ്പിരിറ്റ് എടുത്തേനോ? എന്താ തെളിവ്? അതല്ല, ചിന്നാടൻ ബാബുവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിന് വാറണ്ടുണ്ട്. ഞാൻ നാളെ രാവിലെ സ്റ്റേഷനിൽ വരാം. എന്നെ വിശ്വസിക്കേ. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ഞാൻ സ്റ്റേഷനിലെത്താം. പ്ലീസ്
தப்பிச்சிருவாரோ? இல்ல அதுக்குள்ள ஏதோ ப்ரூவ் பண்ணுவாருன்னு நினைக்கிறேன். தம்பிட்டு இருந்து தப்பிச்சு என்ன பண்றது? തമ്പി பார்த்து தான் അവൻ എനിക്ക് എന്താ പരമശിവൻ സ്വന്തം ഏട്ടനാണെന്ന് അറിഞ്ഞോടെ പിടിക്കാനുള്ള ആവേശമൊക്കെ പോയല്ലേ? ആ കള്ള റാസ്കലിന്റെ വാക്ക് കേട്ട് കൈയോടെ അറസ്റ്റ് ചെയ്യാണ്ട് വന്നിരിക്കുന്നു. അവൻ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു. എടോ, താൻ ഇത്രയ്ക്ക് മണ്ടനായി പോയല്ലോ. ഇത്രയും വലിയൊരു ക്രിമിനൽ പോലീസിന് മുമ്പിൽ തലവെച്ച് കൊടുക്കും തോന്നുന്നുണ്ടോ എനിക്ക്? യൂസ്ലെസ്. തൊപ്പി ഒരു കളഞ്ഞിട്ട് ഇറങ്ങി പോടോ. ഷാർപ്പ് 10 o'clock. സർക്കാർ ക്ലോക്ക് 10 മിനിറ്റ് ഫാസ്റ്റ് ആണല്ലോ. SP സാറിന് ഞാൻ ഇവിടെ പ്രതീക്ഷയില്ല കേട്ടോ. വലിയ ക്രിമിനൽസിനെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ മിനിമം SP റാങ്കിലുള്ളവരെങ്കിലും വരേണ്ടി വരുമല്ലോ. എന്റെ ഒരു ചെറിയ കുത്തേസല്ലേ സാറേ. ജാമ്യം കിട്ടും. സ്വയരക്ഷയ്ക്ക് വേണ്ടി തടഞ്ഞപ്പോഴുണ്ടായ ഒരു കയ്യബദ്ധം, അതാണ് ലോ പോയിന്റ്. അഡ്വക്കേറ്റ് ഇപ്പൊ വരും. അതുവരെ ഞാൻ അകത്ത് കിടക്കണോ സാറേ, അത് പുറത്തിരിക്കണോ? അപ്പൊ കുറച്ചു നേരം എനിക്ക് നിന്നെ കൈകാര്യം ചെയ്യാൻ കിട്ടുമല്ലേ? 5 മിനിറ്റ് മതിടാ എനിക്ക് നിന്നെ കൊണ്ട് ചോര തുപ്പിക്കാൻ. இப்ப தம்பி என்ன பண்ணுவாரு? தவிகளே அவங்க தம்பி போட்டு இப்படி தான் அடிச்சான் பொறுத்து கேக்கா. அது கரெக்ட் தான். அது என்ன பண்றது? இப்போ வந்து ரெண்டு இம்பார்ட்டன்ட் விஷயத்துல நடுவுல மாட்டிட்டு இருக்காங்கல்ல. ഇനി അവനെ തൊട്ടു പോകരുത്. പരമശിവത്തിന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇതാ ജാമ്യം അനുവദിച്ചിട്ടുള്ള പേപ്പർ. ഇനി ഞാൻ വിട്ടാരോ? വാ, നിനക്കെന്നെ തല്ലണമെങ്കിൽ അത് വീട്ടിൽ വെച്ചാ കാര്യമില്ലേ? നീ തല്ലി എനിക്ക് വേനിക്കില്ലടാ. ഇതിപ്പോ SP സാറിനെ കൊണ്ട് കൊള്ളാം, SI SP കൊണ്ട് തല്ലിക്കുക. ഇവൻ മിടുക്കനാണ് ബായ്, മിടുക്കൻ. ഇവന്റെ അനിയനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ നീണ്ടു തുറന്നു നിൽക്കുന്നത്. അല്ലേ പണ്ടേ നീയൊക്കെ നടറോട്ടി കിടന്ന എഴുന്നേനെ. இவருக்கு என்ன ஃபிளாட்? സാറേ, സാറിന്റെ ആ കയ്യിലെ മോതിരത്തിന്റെ പവർ എന്റെ മനസ്സിലുണ്ട്. വരട്ടെ സാറേ. இதுக்கு சொல்லிட்டு போறான். அடி திருப்பி கொடுக்கணும்ல. ഏട്ടനുണ്ടോ? ഏട്ടനല്ല, പരമശിവ. വാളയാർ പരമശിവ. എന്താ, എനിക്കിതിരെ പുതിയ വല്ല വാറണ്ടും ഉണ്ടോ? ഏട്ടനോട് SP പെട്ടെന്ന് അങ്ങനെ പെരുമാറുന്ന ഞാൻ വിചാരിച്ചില്ല. അത് പോട്ടെ. സാർ ഇപ്പൊ കാര്യം സാറ് എനിക്ക് ഏട്ടനോട് തനിച്ചൊന്ന് സംസാരിക്കണം. അച്ഛാ, എല്ലാരും പോയട്ടെ, പോയി ജോലി ചെയ്യേ. പറയേ. ഏട്ടന്റെ പേരിലുള്ള ആ കേസിന് ഇനി കോടതി വിധിയെ മാത്രം പേടിച്ചാൽ മതി. അതെനിക്കറിയാം. ഇനി ഈ തൊഴിൽ വേണ്ട. അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നല്ലേ ഈ പണി? ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ആരോട്? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ വഴിയെല്ലാം നിർത്തിക്കോളാം. പറ്റില്ല. എനിക്ക് ഇത്തിരി പ്രശ്നങ്ങളോട് ബാക്കിയുണ്ട്. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം എനിക്കില്ലാത്ത? എന്നും എനിക്ക് പ്രശ്നങ്ങൾ തന്നെയല്ലേ. വളർന്നപ്പോ മുതൽ കുടുംബത്തിന്റെ ചുമതല, തീരാത്ത കടങ്ങളുടെ ബാധ്യത, നിന്റെ പഠിപ്പ്, അനീതിയുടെ പഠിപ്പ്, ഇനി അവളുടെ കല്യാണം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. ആ കറിയാച്ചന്റെ കടവെങ്കിലും തീർത്താ നിർത്തിക്കോളാം ഞാനെല്ലാം. അതൊന്നും എനിക്ക് കേൾക്കണ്ട. പിന്നെ എന്താ നിനക്ക് കേൾക്കേണ്ടത്? നീ തീർക്കുവാ കടം. അയാൾക്ക് അരമാസത്തെ പലിശ കൊടുക്കാൻ തികയില്ലോ നിനക്ക് കിട്ടുന്ന ശമ്പളം. വേണ്ട, പറഞ്ഞ ചിലപ്പോ കൂടി പോകും. ഇനി ഞാനായിട്ട് നിനക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല. പോരെ? പോരാ, എനിക്ക് നാണക്കേടാ. ഡിപ്പാർട്ട്മെന്റ് മുന്നിലും പബ്ലിക്കിന്റെ മുന്നിലും എന്റെ ഏട്ടൻ ഒരു കള്ളനാണെന്ന് പറയുന്നത് എനിക്ക് കുറച്ചില്ല. കുറച്ചില്ലോ? എടാ, നീ ഇട്ടിരിക്കുന്ന യൂണിഫോമിന് വരെ ഞാൻ കടത്തിയ സ്പിരിറ്റിന്റെ മണമുണ്ട്. അത് മറക്കല്ലേ. പിന്നെ അനിയൻ SI ആണെന്ന സ്വാധീനം വെച്ച് സ്പിരിറ്റ് കടത്താനാണ് പരിപാടിയെങ്കിൽ അത് നടക്കില്ല. ഇനി ഒറ്റ ലോഡ് സ്പിരിറ്റ് പോലും പരമശിവൻ കടത്തില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. എടാ, പരമശിവം സ്പിരിറ്റ് എടുത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതുപോലെ പല വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ഇനി നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ. നീ വേണം ഈ സമയം കുറിച്ചിട്ടോ. നാളെ രാത്രി കൃത്യം 9-നും 10-നും വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോഡുകൾ കടന്നു പോകും. നിനക്ക് തടയാമെങ്കിൽ നീ ஐயோ, இதே வேலைக்கு தான் இன்னொரு போலீஸ் காட்டி சொன்னாரு. சேலஞ்ச் வச்சு பண்றது. ஆனா எக்ஸ்ட்ரா நீ வந்து എടുത്ത് മാറ്റണോ? ഇത്രയും വണ്ടികൾ കിടക്കുന്ന കണ്ടുകൂടെ എനിക്ക്? 9-നും 10-നും ഇടയ്ക്ക് ഒറ്റ വണ്ടി വഴി കടന്നു പോരുത്. 2 സൈഡും ബ്ലോക്കാ. 1 മണിക്കൂറൊക്കെ ചെക്ക് പോസ്റ്റ് അടച്ചിടുക എന്ന് പറഞ്ഞാൽ അത് വേണോ? താനിപ്പോ ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് കേട്ടാ മതി. എടുത്തു മാറ്റണോ വണ്ടി? മാറ്റാൻ ചേട്ടനും അനിയനും തമ്മിലുള്ള വാശിക്ക് ഈ പ്രഹസനം കഷ്ടമാണ് സാർ. SP-യുടെ ഓർഡർ അനുസരിക്കാതെ പറ്റൂ. സാർ, ഒരു കോൾ ഉണ്ട്. ആരാടോ? SP ആണ് സാർ. SPയെ വാൻ சொல்ல போறாரு நினைக்கிறேன். സാർ, പാലക്കാട് ചിറ്റൂർ വൻ തീപിടുത്തം. നമ്മുടെ ഫയർഫോഴ്സ് സഫീഷ്യന്റ് അല്ല. കോയമ്പത്തൂർ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഏത് നിമിഷം അവിടുന്ന് ഫയർ എഞ്ചിൻ വരും. സോ ഓപ്പൺ ദ ചെക്ക് പോസ്റ്റ് ആൻഡ് ക്ലിയർ ദ റോഡ്. കോയമ്പത്തൂർ നിന്ന് ഫയർഫോഴ്സ് വരുന്നുണ്ട്. എല്ലാ ചെക്ക് പോസ്റ്റുകളും ഓപ്പൺ ചെയ്യണം. അറിയാം സർ. ആ ബാരിക്കേഡ്സ് എടുത്ത് മാറ്റൂ. മതിക്കോ. இதுல ஏதோ ஒன்று இருக்குன்னு நினைக்கிறேன். இல்ல எல்லாமே வீலும் தானே. കുറഞ്ഞു. താക്കണോ? പാലക്കാട് ചിറ്റൂരിൽ വലിയ തീപിടുത്തം. കോയമ്പത്തൂരിൽ നിന്നുള്ള ഫയർ എഞ്ചിൻ ഇതുവഴി കുറച്ചു നേരം മുമ്പ് കടന്നുപോയി. എന്റെ സ്പിരിറ്റുമായിട്ട് வாட்ச் ഷാർപ്പ് 10. தேவையில்லாம ஈகோ டெஸ்ட் பண்றாரு. വിഡിത്തം കാണിക്കല്ലേ ബാലി സാറേ. ഫയർ എഞ്ചിന്റെ ഒക്കെ പിന്നാലെ പിടിക്കാൻ നമ്മുടെ ഈ സർക്കാർ ജീപ്പിന് കഴിയൂ. വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്. വരട്ടെ, സബ് ഇൻസ്പെക്ടർ ബാലു ദാമോദർ. என்னதான் பிரதர்னாலும் எதுக்குடா அண்ணன் தம்பிக்கெல்லாம் போட்டு ஈகோ டெஸ்ட் பண்ண கூடாது. அதான்
ഇന്നാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. അവൻ തോക്കണം, തോറ്റു തോറ്റു തൊപ്പിയിടണം, അവസാനം ആ തൊപ്പി വലിച്ചെറിഞ്ഞ് മുട്ടുമടക്കണം. തപ്പ് ശിവ, നീ എന്താ ഒരു സന്തോഷമില്ലാതിരിക്കുന്നേ? എന്താ തമ്പിയില്ല. എന്റെ അനിയൻ പഠിച്ച പോലീസ് ഓഫീസർ ആവണം, ആരുടെ മുമ്പിലും തലകുനിക്കാത്ത വലിയ ഓഫീസർ. അതായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അവൻ എന്റെ മുമ്പിൽ തോറ്റപ്പോ ശരിക്കും ഞാനല്ലേ ബൈ തോറ്റത്. ശിവ, இங்கே வந்து ஃபீல் பண்ணி என்ன பிரயோஜனம்? ഞാൻ അവന്റെ മുമ്പിൽ ജയിക്കുമ്പോഴും എന്റെ മനസ്സ് വിങ്ങായിരുന്നു. ഞാൻ ഈ തൊഴിൽ നിർത്തുകയാണ് ബൈ. ശിവ, നീ ശരിക്കും ആലോചിച്ചിട്ടാണോ ഈ പറയുന്നത്? ശരിക്കും ആലോചിച്ചിട്ടാ. എന്റെ ഈ മുഖാരും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്റെ അനിയൻ അറിഞ്ഞു. ഇനി അമ്മ കൂടി അറിഞ്ഞാൽ പിന്നെ എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. അമ്മ അറിയുന്നതിന് മുമ്പ് എല്ലാം അവസാനിപ്പിക്കണം. ഞാൻ നിർത്തുകയാണ് ബൈ. നീ അങ്ങനെ പറഞ്ഞാൽ നീ വന്നതി പിന്നെയാ എന്റെ ഈ ഉയർത്തെഴുന്നേൽപ്പ്. നീ പോയാൽ അപ്പാ ഇയാള് പോണേ പോട്ടെ അപ്പാ, നമുക്കിതൊന്നും ചെയ്യാറില്ലേ. ജോണി, ഓ ജോണി പറഞ്ഞതാണ് ശരി ബൈ. എന്നെ പോകാൻ അനുവദിക്കണം എന്ന് കരുതി ഒരു ആവശ്യം വന്നാല് ബായുടെ വെളിപ്പുറത്ത് ഞാൻ ഉണ്ടാവും. പിന്നെ കണക്കിൽ കൂടുതൽ കാശ് ഞാൻ എടുത്തിട്ടുണ്ട് എന്റെ ബാധ്യതകൾ തീർക്കാനായിട്ട്. നിന്നോട് ഞാൻ കണക്ക് പറഞ്ഞിട്ടുണ്ടോ ശിവ? കടലിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നല്ലേ ബായ്. ஏய் இது நம்மளோட ஆமா, இருக்குல்ல, கடல் கடல் தீ கூட தீ நடந்தது. கணக்கு. വരട്ടെ. அவங்க பையன் இருக்கான்னு பத்தியா? ம். ഇപ്പോഴാ നീ ഒരു ആൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയത്. അച്ഛന്റെ കടങ്ങളെല്ലാം വീട്ടി. சொல்றேன். ഇനി നിനക്ക് ഈ നാട്ടിൽ നെഞ്ചു വിരിച്ച് നടക്കാം. ഇത് നിന്റെ വസ്തുവിന്റെ പ്രമാണം ഒറിജിനൽ. ഇത് ഈ വസ്തു എനിക്ക് തീരെഴുതി തന്ന പ്രമാണം. ഇതൊരു ഉറപ്പിന് വേണ്ടി നിന്റെ അമ്മയുടെ ഞാൻ ഒപ്പിട്ട് മേടിച്ച ബ്ലാങ്ക് പേപ്പർ ചെക്കും. ദാ, ഇനി എന്നാത്തിനാ നിന്റെ കണ്ണു നിറയുന്നേ? ഇത് തിരിച്ചിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് അനുഭവിച്ചേ. ഇപ്പൊ സന്തോഷമായില്ലയോ? സത്യത്തിൽ നിന്റെ വീടും പറമ്പും എന്റേതാകുമെന്ന് പ്രതീക്ഷിച്ച എന്റെ ഭാര്യ ശോശാമ്മ സ്വപ്നം കണ്ട് കഴിയായിരുന്നു. സാരമില്ല, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. ആവശ്യം വരുമ്പോ നീ വീണ്ടും എന്റെ അടുത്ത് വരുമെന്ന്. എലുമ്പനും എന്റെ ബാക്കി നിൽക്കുന്നേ. അന്ന് വന്നപ്പോ പറഞ്ഞില്ലേ ഫ്രണ്ടിൽ കയറി നിൽക്കരുതെന്ന്. ഞാൻ കൂടെ മാറിയുന്നേ. ഇത് പണം വെക്കുന്ന സേവാ. അയ്യോ, നേരത്തെ പറയാം. എല്ലാം കറക്റ്റ് അല്ലയോ? ഒന്നും ബാക്കിയില്ലല്ലോ. അല്ല, എന്തോ ഒന്നും മറന്ന പോലെ. എനിക്കുള്ളതാണോ? അതെ. എനിക്ക് വേഗം തന്നോ, മറക്കണ്ട. தங்கச்சி பேசுறதுக்கு ഇപ്പോഴെനിക്ക് സമാധാനായത്. പലിശ പലിശ പലിശ. അപ്പൊ എല്ലാം സെറ്റിൽ ആയില്ലേ? അല്ല, കറിയാച്ചിന് ഞാൻ തന്നത് തിരിച്ചു തോന്നുന്നുണ്ടോ? ഇല്ല, വാങ്ങിച്ചേ ശീലമുള്ളൂ, കൊടുത്ത ശീലമില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് പിന്നെ കാണാം. അതൊക്കെ അറിയാച്ചാ. ചുമ്മാ ഒരു രസത്തിന് രണ്ടടിച്ച ഒന്ന്. ഇന്നത്തെ ഇൻട്രസ്റ്റ് എല്ലാം പോയി. തിരുവനന്തപുരത്ത് നിന്ന് വാളയാർ വരെ ഒരു ദിവസത്തെ യാത്രയാ. ഓ റൈറ്റ്, இந்த ഹഡിൽ വേറെ ഇരിക്കപ്പോ. പ്രത്യേകിച്ച് ഉണ്ണി വന്നു എന്നറിഞ്ഞപ്പോ ഇനി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ആ ചടങ്ങ് അങ്ങ് നടത്തണം. അതെ അതെ, കല്യാണം കഴിക്കാതെ ചെറുക്കന് പെണ്ണ് ഒരു വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞ നാണക്കേടല്ലേ? അല്ല, ദുബായ്ക്കാരൻ എന്തിയെ? അത്യാവശ്യമായിട്ട് ആരെയോ കാണാൻ പോയിരിക്കുക, വരും. ഓ, ചെറുക്കനെ കുറിച്ച് എന്റെ ബന്ധുവീട്ടുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുമ്പോ ഒരു ഫോട്ടോ കൊണ്ടുവരാന്ന്. അതിനെന്താ, ഇവിടെ എത്ര ഫോട്ടോ വേണമെങ്കിലും ഉണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. അമ്മേ, ഫോട്ടോ ഒന്നും കൊടുത്തു വിടണ്ടമ്മേ. അതെന്താ? ചെറിയമ്മ ഓരോ കുറ്റവും കുറവൊക്കെ പറഞ്ഞു തുടങ്ങിയ. ഓഹോ, എനിക്ക് വേണ്ട, കൊടുക്കണ്ട. ദാ എന്റെ ഉണ്ണിയന്റെ ഫോട്ടോ. ഇത് പരമശിവല്ലേ? പരമശിവോ? ഇതെന്റെ ഉണ്ണിയേട്ടനാ. 4 കൊല്ലം സെൻട്രൽ ജയിലിൽ കിടന്ന പരമശിവത്തെ എനിക്കറിയില്ലേ? വെറുതെ അല്ല 10 കാശ് സീതനം വേണ്ടെന്ന് പറഞ്ഞ് ഗോപിയെ പിടിച്ചവിടെ നിർത്തിയത്. കൊലയാളിക്ക് വേറെ ആര് പെണ്ണു കൊടുക്കാനാ? എനിക്ക് ദിവാകരൻ ഉദ്ദേശിക്കുന്ന ആളല്ല. അതെ, വീട്ടിൽ കയറി വന്ന് എന്റെ ഉണ്ണിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. തർക്കിക്കണ്ടമ്മേ, ശരിയാ. മോനെ, ദുബായിന്നും പറഞ്ഞ് നമ്മളെയൊക്കെ പറഞ്ഞ് പറ്റിക്കായിരുന്നമ്മേ ഏട്ടൻ. അയ്യോ பல நாள் திருடன் மாட்டிக்கிட்டாங்க. അയ്യോ. ஐயையோ. டாடா இண்டிகா അമ്മേ, അമ്മേ, போச்சு. ഇവിടെ എടുക്ക. ദേ, ആ കറിയാച്ചിന് കൊടുക്കാനുള്ള കാശ് മുഴുവൻ ഞാൻ കൊടുത്തു തീർത്തമ്മേ. ഇനി എന്റെ അമ്മയുടെ പേരിൽ ഒരു ബാധ്യതയില്ല. ദാ, നമ്മുടെ തറവാടിന്റെ ആധാരം കണ്ട. എന്താ, ഭാരതീയമ്മയ്ക്ക് സന്തോഷായില്ലേ? നീയാണോടാ പരമശിവം? ചോദിച്ചത് കേട്ടില്ലേ? നീയാണോ പരമശിവം? അമ്മേ, ആരതൊക്കെ? നീ പരമശിവല്ലെന്ന് എന്റെ മുമ്പിൽ വെച്ച് പറയണ നിന്റെ അമ്മയോട്. സാർ, ഈ പാവം പെൺകുട്ടിയുടെ ജീവിതം തകരാതിരിക്കാൻ ഈശ്വരനായിട്ട് അറിയിച്ച തന്നെ. അമ്മേ, അമ്മ കരുതുന്ന പോലെ ഒന്നും അമ്മ, എല്ലാം ഞാൻ അവസാനിപ്പിച്ചു. ഇനി ഒരു തെറ്റ് ഞാൻ ചെയ്യില്ല. ஐயோ, എനിക്കൊന്നും കേൾക്കണ്ട. നിന്നെ പോലൊരു മകനെ എനിക്ക് വേണ്ട. നിന്നെ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. ഗോപിയെ, എടുക്കടി നിന്റെ ബാഗ് സാധനമൊക്കെ. നിങ്ങളൊക്കെ കൂടി നശിപ്പിച്ചത് ഈ പെൺകുട്ടിയുടെ ജീവിത. ഇനി ആര് കെട്ടുള്ളേ? അവള് വരുന്നില്ല. ഗോപിക എന്റെ മോനെ കൊണ്ട് കെട്ടിച്ചോളാമെന്നാണ് കൊച്ചി ഞാൻ തമ്പിക്ക്. നിങ്ങളോട് വാക്ക് പറഞ്ഞത്. അത് തന്നെ നടക്കും. എനിക്ക് ആ മക്കള് രണ്ടാ. ஐயோ பாகுபலி ஆகி போச்சு. அதேதான். ഗോപിക, ഇല്ലമ്മേ, ഇങ്ങനെ ഒരു കല്യാണത്തിന് ഞാനും കൂടി സമ്മതിക്കണ്ടേ? നിങ്ങളൊക്കെ കരുതുന്ന പോലെ ഉണ്ണിയേട്ടൻ എന്നെ ചതിച്ചിട്ടില്ല. എല്ലാം എല്ലാം എനിക്കറിയായിരുന്നു. നിങ്ങൾക്കൊക്കെ വേണ്ടിയ ഉണ്ണിയേട്ടൻ. செக் போஸ்ட்லயே போயிட்டாரா?
ഹലോ ശിവ, ഞാനാടാ ഭായി. എന്താ ഭായ്? എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണം. ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ട്. ஏதோ ஸ்கெட்ச் மாதிரி இருக்கே. எனக்கும் இப்பதான் தோணுது. புரிஞ்சும் வேற இல்லாம போறாரு. ம். തമ്പിക്ക് പഴി വാങ്ങறதுக்கு ஏதோ பண்றானுங்க. എന്താ ഭായ്? എന്റെ മോൻ അവനൊരു എഴുത്തിയാട്ടക്കാരനാണെന്ന് നിനക്കറിയാമല്ലോ. നിന്നോടുള്ള വാശി തീർക്കാൻ അവൻ ലോഡുമായിട്ട് പോയി. പോലീസ് പിടിച്ചു. അല്ല, നിന്റെ അനിയൻ പിടിച്ചു. முடிஞ்சு. അവൻ എന്നോടുള്ള പക തീർക്കും. എനിക്ക് എന്റെ മോനെ വേണം. ഒരു പോറല് പോലും ഏൽക്കാതെ എനിക്ക് എന്റെ മോനെ തിരിച്ചു വേണം. തരില്ലടാ നീ. പരമശിവൻ കെട്ടപ്പിള്ളി കണ്ടിട്ടാரு. തൊട്ടുപോരുന്നവനെ എന്നോടുള്ള പക നിനക്ക് നേരിട്ട് തീർക്കാം. പുറത്ത് കിടക്കുന്ന ലോറിയിലൂടെ എന്റേതാ. വണ്ടി ഓടിച്ചത് ഞാനാ. എവിടെ വേണമെങ്കിലും എഴുതി ഒപ്പിട്ട് തരാം. പരമശിവത്തിന് സെന്റിമെന്റ്സോ? സ്വന്തം കുടുംബത്തോടില്ലാത്ത സ്നേഹം ലോക്കൽ ക്രിമിനലിനോട്. മാലു, നോ, സബ് ഇൻസ്പെക്ടർ ബാലു ദാമോദർ. Right. വിട്ടുതരില്ല ഞാനവനെ. ഇല്ലാത്തതും തെളിയാത്തതുമായ സർവ്വ ചാർജ് ഇവന്റെ മേൽ കെട്ടിവെച്ച് ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കിയ FIR ആയത്. കോടതിയിൽ നിന്ന് പോലും ഇവനെ ആർക്കും കിട്ടില്ല. എടാ 24 മണിക്കൂർ കൂടുതൽ നിനക്ക് ഇവനെ കസ്റ്റഡിയിൽ വെക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാളെ ഇവനെ കോടതിയിൽ നിന്ന് പുഷ്പം പോലെ ഇറക്കി കൊണ്ടുവരും. ജോണി, നീ ധൈര്യമായിട്ടിരിക്കടാ. ഞാനല്ലേ പറയണേ. വരട്ടടാ ബാലു ദാമോദർ സാറേ. എന്താ അവർക്ക് പാതിരാത്രിയില്? നമ്മളൊക്കെ രാത്രിയിലെ യാത്രക്കാരല്ലേടാവേ. മോള് പോയി കിടന്നു. ഞങ്ങള് അല്പം സംസാരിക്കാം. ഒരു ഗോൾഡൻ ചാൻസ് ഒത്തു വന്നിട്ട് എന്നതാടാവേ എന്നെ ഒന്നും അറിയിക്കാതിരുന്നേ. ആ ഭായിയുടെ മോനെ നിങ്ങളുടെ SI പിടിച്ച് അകത്തിട്ട കാര്യം അപ്പനെ പറയുന്നേ. കൊറേ കാലമായി ആ പരമശിവ എന്റെ തലേ കയറി നിന്ന് ഇറങ്ങാൻ തുടങ്ങിയിട്ട്. സാറ് വിചാരിച്ച നമുക്ക് നാളത്തെ പത്രത്തിൽ ഒരു സന്തോഷ വാർത്ത വായിക്കും. പോലീസ് മർദ്ദനം, പ്രതി കൊല്ലപ്പെട്ടു, SI സസ്പെൻഷൻ. പിന്നെ ആ SI ഭായി ജീവനോടെ വെച്ചേക്കൂ? ഇല്ല. SIക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ പരമശിവൻ ഭായി ജീവനോടെ വെച്ചേക്കൂ? ഇല്ല. போச்சு எல்லாத்தையும் ஒரே டைம்ல முடிக்க பாக்குறானுங்க. കസ്റ്റഡി കിടക്കുന്ന പ്രതിയെ നടക്കില്ല അവർക്ക്. നടക്കും. എടാ പൊന്നുമോനെ, ഒന്ന് പറഞ്ഞു വിടാവേ. സാർ സിറ്റി ബസ് സ്റ്റാൻഡിനടുത്ത് ഒരു 50 സെന്റ് സ്ഥലം നോക്കി വെച്ചിട്ടില്ലേ? 50 സെന്റ്. മേടിക്കണ്ടേ? ഭാര്യയുടെ പേരിൽ അതിലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ്. സാറിന്റെ സ്വപ്നല്ലേ? What a deal. പോലീസ് സ്റ്റേഷനിൽ വെച്ച് முடிக்க போறாங்க. Uh-oh. എന്താടോ? SI സാർ ഇപ്പോഴാ വീട്ടിലേക്ക് പോയത്. സാർ പറഞ്ഞതുപോലെ പോലീസുകാരെയൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് അയച്ചു. അവൻ നമ്മുടെ ആളാ. SI നന്നായിട്ടൊന്ന് പെരുമാറി. ഈ പരുവത്തിൽ നീ ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ஆப் பண்ணிட்டு தான் கூப்பிடுறானுங்க. ഹലോ, വർക്കിച്ചനാന്നേ. എന്താ കാര്യം? ചാണ്ടിച്ചന് എന്തും നേരിടാനുള്ള മനസ്സാന്നിധ്യം ഉണ്ടായിരിക്കണം. വരാനുള്ളത് വഴി തങ്ങില്ലെന്ന് ഓർത്ത് സമാധാനിക്കണം. താൻ വളച്ചിട്ടില്ലാതെ കാര്യം പറയണോ? അയ്യോ, ചാണ്ടിയുടെ മോൻ പോലീസ് ലോക്കപ്പിൽ. ലോക്കപ്പിൽ? പരമശിവത്തിന്റെ അനിയൻ വ്യക്തി വൈരാഗ്യം കൊണ്ട് തല്ലിക്കൊന്നാന്നാ കേട്ട്. கஸ்டோடியல். இப்போ இவங்களுக்குள்ளேயே இந்த கேங்குள்ளேயே சண்டை வந்துருச்சுல. ബായ്, ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ എന്റെ മോനെ നീ കൊണ്ടുവന്നല്ലോ. ബായ്. அந்த மோதிரம். ஆ ஸ்கெட்ச் போட்டாச்சு. കളിക്കുന്ന പോലീസ് കളി. ട്രെയിൻ അടിച്ച மாதிரி അടിച്ചാங்க. ഭായിയുടെ മോനെ കൊന്ന അതെന്റെ അനിയന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് നീ രക്ഷപ്പെടാന്ന് വിചാരിച്ചോടാ? ചിന്നാടന്മാർക്ക് വേണ്ടി ഇനി ഒരാളെ കൊല്ലാൻ നീ ഉണ്ടാവരുത്. എന്താടാ? നമ്മുടെ ബാലുനെ ആർക്കോ ചേർന്ന് വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് അമ്മയും പെങ്ങള് പേടിച്ചിരിക്കുക അവിടെ. അച്ഛയാ, വിടരുതവനെ. ஆஹா. ஓ பாயோட ஆளுங்க. നീ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ടല്ല എന്റെ മോനെ കൊന്നത്. നീയും അങ്ങനെ തന്നെ ചാവണം. ബായ്, ബായ്, ബായ്. ബായ്, ബാലുവിനെ കാണാനില്ല. എനിക്കറിയാം ബായ് അറിയാതെ അവനൊന്നും സംഭവിക്കില്ലെന്ന്. എന്റെ അനിയനോട് പക തീർക്കരുത്. അവനല്ല ബായ്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഓ എന്റെ മുമ്പിൽ ബായ്, ഇവിടുന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത്. അവൻ ബായുടെ അടുത്തില്ലാന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? നിന്റെ ഭായി എന്ന് പറഞ്ഞ എന്റെയും ഭായി അല്ലടാ. ഞാൻ അവനെ ഉപദ്രവിക്കൂ? കഴിയോ എനിക്കതിന്? ഇല്ല. ശിവൻ പോ. சவுண்ட் கேட்டுருமோ? வாட்ச். ബാലു, എടാ
போச்சு கன்னு. ஐயோ. വിട്ടാറാ. വേണ്ട ബായ്. മാറിക്കണം അവിടുന്ന്. ബായ്, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ബാലു നിരപരാധിയാ. എന്റെ മോനെ കൊന്നവനെ എനിക്ക് വേണം. വിട്ടു. വേണ്ട ബായ്. ബായ്, ഞാൻ പറയുന്നത് കേക്ക്. പോச்சு ഇവരെ സുഖമാണ്. കൊല്ലും ഞാൻ. ഫേസ് ഓഫ്. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും അതെന്റെ അനിയനെ രക്ഷിക്കാനുള്ള നുണയായിട്ട് ബായിക്ക് തോന്നും. എങ്കിലും ബായി കേൾക്കണം, ബാലു അല്ല നമ്മുടെ ജോണിയെ കൊന്നത്. ആ SP ചിന്നാടന്മാരും ചേർന്നാ. ജോണിയുടെ മുഖത്തെ ചതഞ്ഞ പാടുകൾ ബായും കണ്ടല്ലേ? അതാ SP മോതിരത്തിന്റെ പാടുകളാ. ബായുടെ ശിവൻ ഒരിക്കലും ബായോട് കള്ളം പറയില്ല. അവസരപ്പെട്ടിയ ബായ്. ஒன்று சேர போறாங்க. എന്നെ വിശ്വാസമായില്ലെങ്കിൽ ആദ്യം എന്നെ കൊല്ല്, എന്നിട്ട് ഇവനെയും. பாய் வந்து கொஞ்சம் முன்கோபக்காரர். ശിവ, ഞാൻ அவருக்கு ஒரு லாஸ் இருக்கு, அது எப்படி இது பண்றதுன்னு தெரியல அவருக்கு. ബായ്, ഏയ് ബായ്. ശിവ, എന്റെ മോനെ കൊന്നവരെ വെറുതെ വിടരുതടാ. നോ, നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. അതിനിവിടെ പോലീസ് കോടതി. இங்கே கூடி வைக்க போறாங்க. ഏയ്, ഇവൻ ശരിയല്ല ബായ്. തൽക്കാലം എന്റെ അനിയനെ ഇവിടെ ഇരിക്കുക കേട്ടോ. നിന്റെ നിയമത്തിന് അവരൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ വേണ്ടത് ഞങ്ങളുടെ നിയമം. വാ ബായ്. മൊത്തമാ കാലി കുടുംബമേ. തകർന്നു വീണ ഭായിയുടെ സാമ്രാജ്യത്തിന്റെ ഓർമ്മയ്ക്കായി. ഇതെന്നാടാവേ, പുറത്ത് ഭയങ്കര മഴയാന്നല്ലോ. ഐശ്വര്യം വരുമ്പോ മഴ നല്ല ஏதோ ஆர்டிஃபிஷியலா விடுறாங்க மழை. ஸ்பிரிட்டும் பெட்ரோல் டீசல்ல ஏதாவது இருக்கும். அவ்வளோதான், ஆக்சிடென்ட் மாரி ஆக்கிடுது. அது எப்படி அவ்வளவு பெட்ரோல் ஊத்தியா? அம்மா അച്ഛ ആണി അടിച്ചാണ്. ഇത്രയും നേരമായിട്ട് SP ഇതെവിടെ പോയി കിടക്കും? നമ്മൾ ഈ ഗസ്റ്റ് ഹൗസിലാണെന്ന കാര്യം നീ പറഞ്ഞില്ലേ? പിന്നെ അല്ലാതെ SP തീരണി പൊട്ടാണുങ്ങ. ஓ எஸ்பி. പോലീസ് ക്ലബിൽ നിന്ന് 7 മണിക്ക് ഇറങ്ങിയതാ. വീട്ടിലും എത്തിയിട്ടില്ല. അയാളുടെ മൊബൈലിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. മൊബൈലിൽ ഇറങ്ങിയുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. എങ്കിൽ ആ വണ്ടി എടുത്തൊന്ന് അന്വേഷിച്ചു വാ. അപ്പാ, എന്നടാ ഡോർ തുറക്കാൻ പറ്റുന്നില്ല. പുറത്തുനിന്ന് ആരും ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലെന്തോ ചതി ഉണ്ടെന്നാ ശബ്ദം. ബോഡി ബാഗ്. അപ്പൊ അത് മഴയില്ല, സ്പിരിറ്റാ. പിന്നാമ്പുറത്ത് കൂടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ കുടുംബമേ മാട്ടിട്ടാണ് തനിയാ. ஐயோ ஃபுல் லோட் பண்றாங்கடா. എല്ലാ ഡോറും ലോക്കാ. ഗ്യാസ് LPG. ஓ மை காட். ബായ് കേറ്. அவ்வளோதான், 10 வருஷம் முடிஞ்சு சொல்லு. பத்த வச்சா பவர். இப்ப எப்படி ஏறிய போகுது? ஓ எலக்ட்ரிக்கல். அவரோட சயின்ஸ் எக்ஸ்பெரிமெண்ட். ஓ மை காட். இந்த ரன்வே. இது என்னப்பா இப்போ வெஸ்டேஷியல் நடக்கிற நடந்துட்டு இருக்கு. அவ்வளோதான். The offense alleged against accused number 1 to 5 by Walayar police station is Innadan. രണ്ടാം പ്രതി ചാണ്ടി സ്വയം കുറ്റം ഏറ്റെടുത്തിട്ടുള്ളതിനാലും എന്ന ഉണ്ണി ദാമോദരനെ ഈ നിരപരാധികം വിട്ടയക്കുന്നു. ഈ കുറ്റം ബായ് ഒറ്റയ്ക്ക് ഏറ്റെടുത്തത്. ഞാൻ ചെയ്ത കുറ്റത്തിന് നീ 4 വർഷം ശിക്ഷ അനുഭവിച്ചു. വീണ്ടും നീ എനിക്ക് വേണ്ടി പുണ്യാളം പൊറുക്കോടാ. ഇത്രയും കാലം നീ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു പരമശിവമായിട്ട്. ഇനി നീ നിനക്ക് വേണ്ടി. ഇവർക്കും யாரும் இல்லல அப்போ. പോ, പൊയ്ക്കോ. അമ്മേ, பயங்கர. உனக்கு இதெல்லாம் இது பிடிச்சிருச்சு படத்துல ஓவராலா? எனக்கு சாங்ஸ் எல்லாம் பிடிச்சிருந்துச்சு. ஸ்டோரி எனக்கு நம்ம டிப்பிக்கலா பாக்குற மலையாள மூவிஸ் மாதிரி இல்லாம எனக்கு அங்கங்க தமிழ் வாசம் அடிச்சுது. அண்ட் ஒரு 2000 அந்த ரேஞ்ச்ல இருக்க மூவிஸ்க்கான அந்த எஃபெக்ட் அந்த இது நல்லாவே தெரியுது. நான் திலீப் ஏட்டனோட நான் நிறைய காமெடி வெர்ஷன் எக்ஸ்பெக்ட் பண்றேன். ஐ திங்க் அது அப்படியே ஃபிக்ஸ் ஆயிடுச்சுன்னு நினைக்கிறேன் மைண்ட்ல.
பட் அதெல்லாம் தள்ளி வச்சுட்டு அந்த எக்ஸ்பெக்டேஷன்ஸ் இல்ல அந்த ஒரு மைண்ட் செட்லாம் தள்ளி வச்சுட்டு பார்த்தா ஓகே நல்லா இருந்துச்சு. நானுமே ஆக்சுவலி ஃபுல் ஆன் காமெடியா இருக்கும்னு நினைச்சேன். இந்த சைனா டவுன் ஆர் வேற என்ன படம் பார்த்தோம். ஆக்சுவலி நம்ம ஒரு படம் பார்த்து பார்த்தியா, அதுல ஒருத்தர் ஜிப்பு கூட கழட்டி கை விட்டுருவார்ல, அது என்ன படம்? ஆமா, பெட்ஃபார்ம். வேட்டம். அதுல வந்துட்டு அந்த பொண்ணுக்கு பாய் ஃப்ரெண்டா ஒருத்தன் வருவான் பார்த்தியா, அவன் தான் இதுல பாயோட பையன். ஓஹோ. அதுலயும் ஒரு டூஷ் பேக் கேரக்டர், இதுலயும் ஒரு டூஷ் பேக் கேரக்டர். அதான் நினைச்சேன் எதுல இருந்தாலும் இப்படியே வரானுன்ட்டு. ஆக்சுவலி ஸ்டோரி வந்து ஒரு நார்மலான கமர்ஷியல் ஸ்டோரி தான். அது இப்ப ஆக்சுவலி நம்ம நம்ம வந்துட்டு இப்ப தூள் இல்ல வந்துட்டு இது மாதிரியான மூவிஸ்லாம் திரும்ப பார்த்தா நமக்கு வா அப்படி இருக்கும்ல, அந்த மாதிரி இவங்களுக்கு கனெக்ட் ஆயிருக்குன்னு ஆமா நினைக்கிறேன். நமக்கு இப்ப நம்ம ஒரு சில கமர்ஷியல் மூவிஸ்ல திரும்ப பார்த்தா செமையா ஜாலி ஆயிடும்ல. கரெக்ட். எனக்கு வந்து ஆக்சுவலி எனக்கு வந்து அந்த லுக்கு கெட்டப்லாம் பார்க்குறப்போ ஒரு ப்ராப்பர் தமிழ் ஹீரோ மாதிரி இருந்துச்சு. ஆனா செமையா இருந்தாருப்பா. நான் இது வரைக்கும் திலீப் ஆமா. ஏட்டன் பார்த்ததுலேயே பெஸ்ட் லுக்னா எனக்கு வந்து இந்த படம் தான் வந்து சொல்லுவோம். செமையா இருந்தாப்புல. அந்த பொட்டு வச்சுட்டு ஷர்ட் போட்டு வர சீன்லாம் வந்துட்டு நல்லா செம கெத்தா மாசா இருந்தாப்புல. ஸோ எனக்கு வந்து இதுல பயங்கர லுக்கு நல்லா இருந்துச்சு. ஆமா, ஆக்சுவலி அவர் இந்த சாக்லேட் பாய் லுக்லயே சுத்திட்டு இருப்பாரு இல்ல காமெடி பண்ணிட்டே இருப்பாருல்ல, இவரை வந்துட்டு நான் இந்த ஒரு வெர்ஷன் வந்து இவ்வளவு ஆப்ட் ஆகும்னு நான் எதிர்பார்க்கல. ஸோ எனக்கு இந்த லுக் ரொம்ப பிடிச்சிருந்தது. இது ஆக்சுவலி ஒரு ப்ராப்பர் கமர்ஷியல் ஹீரோவா இருந்தார். இதுல எப்பப்பெல்லாம் தேவைப்படுமோ அப்பப்பெல்லாம் வந்து ஹீரோயிசமான காமெடி பண்ணியிருந்தாரு. மற்ற இடத்துல வந்துட்டு ஒரு ப்ராப்பர் காமெடினே காமெடி பண்ண அப்படி இருக்குமோ அந்த மாதிரிலாம் பண்ணியிருப்பாரு. இதுல வந்துட்டு ஒரு ஹீரோவா இருந்தா இந்த ரஜினி ஸ்டைலான காமெடி, ஸோ அந்த மாதிரி ஸ்டைல் ஆஃப் காமெடி தான் இருந்துச்சு. ஸோ அதுவுமே பார்க்க நல்லா இருந்துச்சு. அனதர் சைட் ஆஃப் திலீப் ஏட்டன் சொல்லணும். நிறைய பேர் வந்து சின்ன வயசுல நீ சொல்ற மாதிரி நாஸ்டாலஜிக்கா இருக்குன்னு நினைக்கிறேன் அவங்களுக்கு. அதனால அதை சொல்லி பார்க்க சொல்லி கேட்டிருப்பாங்க போல. எனக்கு வந்துட்டு இந்த அந்த சாங்ஸ் எல்லாம் கேட்குறப்ப வந்துட்டு எஸ்பெஷலி ஒரு சாங் தமிழ் சாங்காவே இருந்துச்சு. சின்ஸ் வந்து வாழையார் வந்து தமிழ் பாடுறதுனால அந்த அந்த இன்ஃப்ளூயன்ஸ் வைக்கலாம் வச்சிருந்தாங்களாங்கிறது தெரியல. பட் அதில் வந்து நிறைய தமிழ் எலமெண்ட் இன்ஃப்ளூயன்சஸ் எல்லாம் பார்க்க முடிஞ்சுச்சு. அதனாலேயே வந்து நிறைய ரிலேட்டபிலிட்டி கனெக்டிவிட்டி இருந்துச்சு பார்க்குறப்போ. அண்ட் ஓவராலாக சொல்லணும்னா ஒரு ஃபன் என்டர்டெய்னர் தான் சொல்லணும். டீகோட் பண்ணுற அளவுக்கு அதில் ஸ்ட்ரைட் அப் ஒரு கமர்ஷியல் ஃபிலிம் தான். ஆக்ட் பண்ணியிருந்ததில் வந்துட்டு எனக்கு இந்த பிருத்திவிராஜோட அண்ணன் கேரக்டர் அவர் நல்லா பயங்கரமாக போலீஸாகவே விளப்பா வராரு. எனக்கு அதுவும் புது போலீஸ் எப்படி வேறப்பா இருப்பாங்கன்ற ஒரு மைண்ட் செட் இருக்குல்ல, அப்படியே இருக்காரு அவரு. ஆக்சுவலி அந்த போலீஸ் லுக்ல இருந்துச்சு. எனக்கு நடுவில் வந்துட்டு இந்த என்ன பாஷா வைப்ஸ் இருந்துச்சு. அண்ணன் தம்பி போலீஸ் அந்த மாதிரி செட்டப்ல இருக்கும். எனக்கு இந்த பாஷா வைப்ஸ் ஹெவியா இருந்துச்சு. ஸோ ஓவராலாக ஒரு நல்ல மூவி தான் சொல்லணும். நல்ல மியூசிக், ஆக்டர்ஸ் நல்லா பண்ணியிருந்தாங்க. தேங்க்ஸ் ஃபார் சஜஸ்டிஙங் இந்த வீடியோ. உங்களுக்கு வந்து இந்த படம் பிடிச்சிருக்குன்னு நினைக்கிறேன். இந்த வீடியோவும் பிடிச்சிருக்குன்னு நினைக்கிறேன். உங்களுக்கு அடுத்த படம் என்ன பண்ணணும்னு நினைக்கிறீங்களோ அதை கமெண்ட் செக்ஷன் சொல்லுங்க, அதை பண்ணிடலாம். மீண்டும் அடுத்த வீடியோவில் சந்திப்போம். நன்றி, வணக்கம். பை பாய்.